ഇന്ത്യയുടെ സൈനിക സാങ്കേതിക രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലിനെക്കുറിച്ചാണ് പറയുന്നത്. രാജ്യം വികസിപ്പിച്ച SCBX-2 സ്ഫോടന സാങ്കേതിക രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തെ അടയാളപ്പെടുത്തുന്നു. ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടവസ്തുക്കളുടെ പട്ടികയിൽ ഇത് ഇടം പിടിച്ചു. നേട്ടം ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കും. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത SCBX-2 ഹൈ മെൽട്ടിംഗ് എക്സ്പ്ലോസീവ് കോമ്പിനേഷൻ ഉപയോഗിക്കുന്നു. ഈ സ്ഫോടന കരുത്ത് വാർ ഹെഡുകൾ, ഏരിയൽ ബോംബുകൾ, പീരങ്കി ഷെല്ലുകൾ, മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ പ്രഹരശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. SCBX-2 നാവികസേന അതിൻ്റെ പ്രതിരോധ കയറ്റുമതി പ്രൊമോഷൻ സ്കീമിന് കീഴിൽ വിലയിരുത്തി, പരീക്ഷണങ്ങൾ നടത്തി, പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അവസാന സർട്ടിഫിക്കേഷൻ കഴിഞ്ഞയാഴ്ച പൂർത്തിയായതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് 2.3 TNTക്ക് തുല്യതയുള്ള മറ്റൊരു വേരിയൻ്റ് വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയിലാണ്. അതും 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. SCBX-2 പുറമെ ഇന്ത്യൻ നാവികസേന SIT-BEX-1 അംഗീകരിച്ചിട്ടുണ്ട്. ഇത് വിപുലീകൃത സ്ഫോടന ദൈർഘ്യത്തിനും തീവ്രമായ താപ ഉൽപ്പാദനത്തിനും പേരുകേട്ട ഒരു തെർമോബാറിക് സ്ഫോടക വസ്തുവാണ്. ശത്രു ബങ്കറുകൾ, അതുപോലെ തുരങ്കങ്ങൾ, ഉറപ്പുള്ള സ്ഥാനങ്ങൾ എന്നിവ തകർക്കുന്നതിൽ ഇത് വളരെ ഫലപ്രദമാണ്. യുദ്ധോപകരണമായ SIMEX-4 ആണ് രാജ്യത്തിൻ്റെ മറ്റൊരു സുപ്രധാന നേട്ടം. SCBX-2 പ്രകടനവും SIT-BEX-1, SIMEX-4 എന്നിവയിലെ മുന്നേറ്റങ്ങളും സൈനിക സാങ്കേതിക കണ്ടുപിടുത്തത്തിൽ ഇന്ത്യയുടെ വളർച്ചയെ അടിവരയിടുന്നു. ഈ നേട്ടങ്ങൾ ദേശീയ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നൂതന സാങ്കേതിക വിദ്യയുടെ രംഗത്ത് കയറ്റുമതിക്കാരായി ഇന്ത്യയെ ഉയർത്തുകയും ചെയ്യുന്നു. ഈ പുതിയ ഫോർമുലേഷനുകൾ നമ്മുടെ സായുധ സേനയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ആഗോള സുരക്ഷാ ശ്രമങ്ങളിൽ ഇവയുടെ സ്വാധീനം വളരെ വലുതാണ്. SCBX-2 എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ സൈനിക സാങ്കേതിക രംഗത്തെ സുപ്രധാനമായ മുന്നേറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും ആഗോള സുരക്ഷയിൽ തന്ത്രപരമായ സഹകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. സൈനിക സ്ഫോടക വസ്തുക്കളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യ ഒരു പ്രധാന ശക്തിയായി മാറിക്കഴിഞ്ഞു. ഈ കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങളുടെ ക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വാശ്രയമെന്ന വിശാല ലക്ഷ്യത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു എന്നതാണ് സുപ്രധാനം. ഒരു രാജ്യം ഇത്തരത്തിൽ യുദ്ധോപകരണങ്ങളിൽ വലിയ തുക ചിലവഴിക്കണോ എന്ന് പലരും ചിന്തിക്കാം. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല പ്രധാനപ്പെട്ടതാകുന്നത്. രാജ്യത്തേക്ക് നിക്ഷേപം വരണമെങ്കിലും ശക്തമായ ഒരു സൈന്യവും സൈനിക ശേഷിയും ഇന്ത്യക്ക് ഉണ്ടാകണം. കരുത്തുള്ള ഒരു രാജ്യത്ത് നിക്ഷേപിക്കാൻ മാത്രമേ പുറത്തുനിന്നുള്ള ആളുകൾ വരികയുള്ളൂ. അത് വ്യവസായ പ്രമുഖരാകട്ടെ മറ്റാരുമാകട്ടെ, കരുത്തുള്ള സുരക്ഷിതത്വമുള്ള ഒരു രാജ്യത്ത് മാത്രമേ നിക്ഷേപം നടത്താൻ പുറത്തുനിന്ന് ആളുകൾ എത്തുകയുള്ളൂ. അത് നമ്മുടെ തൊഴിൽ സാധ്യതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. കൂടുതൽ നിക്ഷേപങ്ങൾ വരുമ്പോഴാണ് രാജ്യത്ത് കൂടുതൽ പുരോഗമനം ഉണ്ടാകുന്നത്, കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം രംഗങ്ങളിലുള്ള ഗവേഷണവും അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും രാജ്യം തുടരുക തന്നെ ചെയ്യും.